السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മത നിലനിർത്തി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാന നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വയനാട് നിന്ന് നമ്മൾ കേട്ടത് വളരെയധികം വിഷമിപ്പിക്കുന്ന വാർത്തകളാണ്. ഒരുപാട് വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു വലിയ ദുരന്തം വേറെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടില്ല. അത്ര വലിയ
പ്രയാസമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കോഴിക്കോടിനടുത്ത് കൊയിലാണ്ടിയുടെയൊക്കെ അടുത്ത ഭാഗത്തായിട്ടൊരു വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ മരണം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് വലിയൊരു വാർത്തയായിട്ടില്ല എന്നതാണ്. പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, ഭൂമിയും വീടും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വയനാടിനെ സംബന്ധിച്ച് അതൊരു വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ കാഴ്ചകൾ കുറേയൊക്കെ നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും കണ്ടു. വയനാട് നിന്ന് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 90 കിലോമീറ്ററോളം ദൂരമുള്ള സ്ഥലമാണ് നിലമ്പൂര് പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ചാണ് 100 കണക്കിന് മനുഷ്യരുടെ മൃതദേഹങ്ങൾ ലഭിച്ചത്. ആ ലഭിച്ച മൃതദേഹങ്ങൾ തന്നെ ഒരുപാട് പ്രയാസങ്ങളിലാണ് നമ്മുടെ കാഴ്ചയിൽ അത് കാണുമ്പോൾ. ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇല്ലാത്തവയാണ്. എല്ലാ തരത്തിലും ഇതുപോലെ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ദുരന്തം അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ രഹസ്യം? എന്തുകൊണ്ടായിരിക്കും മനുഷ്യരെന്ന നിലയിൽ നമുക്കതിൽ ഒന്നും അറിയില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്താണ് അതിന്റെ കാരണം നമുക്കറിയില്ല. കേട്ടിടത്തോളം ആ പ്രദേശത്തെ മനുഷ്യർ പരസ്പര സ്നേഹികളും നല്ല മനുഷ്യരുമൊക്കെ ആയിരുന്നു മാനുഷികമായിട്ട് എന്നാണ് അവിടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ. മത ജാതി വർണ്ണ വ്യത്യാസമില്ലാതെ തന്നെ, പലപ്പോഴും കലഹങ്ങളൊന്നുമില്ലാതെ തന്നെ ജീവിച്ചിരുന്ന ഒരു ഏരിയ. എന്നിട്ടും ലോകത്തിന്റെ മുമ്പിൽ വലിയ അക്രമികളും വലിയ കൊലപാതകികളും ഒക്കെ ഇപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെയൊന്നും ആ ഭൂമിയെ അല്ലാഹു അട്ടിമറിക്കാത്തത്, അവരെ നശിപ്പിക്കാത്തത് എന്ന ചോദ്യമാണ് പലപ്പോഴും പല ആളുകളിൽ നിന്നും കേൾക്കുന്നത്. അല്ലാഹുവിന്റെ തീരുമാനത്തിനെ ചോദ്യം ചെയ്യുക എന്നത് വളരെ നിസ്സാരരായ മനുഷ്യർക്ക് അനുവദിക്കപ്പെട്ട ഒന്നല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. എന്താണ് ഇതിന്റെ രഹസ്യം? അറിയില്ല. മനുഷ്യർ അല്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് ചെറിയ ഒരു വിഭാഗം മാത്രം അറിവേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ എന്നാണ്. പ്രവാചകന് പോലും അല്ലാഹു ചെറിയ ഒരു അറിവേ നൽകിയിട്ടുള്ളൂ. ആ അറിവിന് അപ്പുറമുള്ള രഹസ്യങ്ങളെ അന്വേഷിക്കുക എന്നത് മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല. മനുഷ്യൻ അവിടെ നിസ്സഹായനാണ്. അത് നമ്മൾ മനുഷ്യർ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് കർണാടകയിൽ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ ഒരുപാട് ആളുകൾ, 10-17 ആളുകളെ ഇനിയും മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും വെച്ച് പരിശോധന നടത്തി രാജ്യത്തിന്റെ സൈന്യത്തിന്റെ സേവനവും സൈന്യത്തിന്റെ പക്കലുള്ള മുഴുവൻ ആയുധങ്ങളും മണ്ണിനടിയിൽ ഉള്ള സംഗതികളെ പുറത്തുനിന്ന് അന്വേഷിച്ചു കണ്ടെത്താനുള്ള മിഷനറികളും എല്ലാം മനുഷ്യന്റേതായിട്ടുള്ള ഉപയോഗങ്ങളും കൊണ്ടുവന്നിട്ടും ഇന്നും നമ്മുടെ സഹോദരൻ അർജുനൻ ഓടിച്ചിരുന്ന ലോറിയും അവനും എവിടെയാണ് എന്നതിൽ കൃത്യമായിട്ട് ഒരു അറിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ പുറത്തെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ മനുഷ്യൻ എത്ര നിസ്സഹായനാണ്. മനുഷ്യന്റെ മുഴുവൻ അവൻ സമ്പാദിച്ചതും അവൻ പഠിച്ചതും അവന്റെ തലച്ചോറുകൊണ്ട് അവൻ ഉണ്ടാക്കിയത് മുഴുവനും എത്രമാത്രം നിസ്സാരമാണ്, നിസ്സഹതയിലാണ് എത്തി നിൽക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു സത്യത്തെ അംഗീകരിച്ചേ പറ്റൂ.
നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളെല്ലാം തികഞ്ഞവരാണ്, എല്ലാ കാര്യത്തിനും നമ്മൾ മതി എന്ന ഒരു ചിന്തക്ക് മനുഷ്യന് പലപ്പോഴും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ, മുസീബത്തുകൾ വരുമ്പോൾ മനുഷ്യൻ ചിന്തിക്കണം, ആലോചിക്കണം എന്നത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആവർത്തി നമ്മളെ ബോധ്യപ്പെടുത്തിയത്. പൂർണ്ണമായിട്ടും എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനോ അറിയുവാനോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അതിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. ആ പ്രദേശം ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലമാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ സ്ഥലത്തെ കുറിച്ച്, ഇതുപോലെയുള്ള സ്ഥലങ്ങളെ കുറിച്ച് പഠനം നടത്തിയ പല ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ അതിനേക്കാൾ വലിയൊരു ദുരന്തം നമ്മുടെ കേരളം അനുഭവിക്കേണ്ടി വരുമെന്ന് വിദഗ്ധരായ പഠനത്തിൽ വളരെയധികം കൃത്യമായി പഠനങ്ങൾ തെളിവ് സഹിതം പറഞ്ഞ ഒരു പ്രതിസന്ധിയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന അണക്കെട്ട്. 50 വർഷത്തെ കാലാവധിയാണ് അണക്കെട്ടിന് അത് നിർമ്മിച്ച ആളുകൾ അന്ന് കൊടുത്തിട്ടുള്ളത്. 50 വർഷം വരെ ഇത് സുശക്തമാണ്, ഇതിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 50 കഴിഞ്ഞു, വീണ്ടും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, 100 ചില്ലറ വർഷം കഴിഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്. അതിനിപ്പോൾ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അറ്റകുറ്റപ്പണികൾ എന്ന പേരിൽ നിരന്തരം അതിന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പൊട്ടിക്കഴിഞ്ഞാൽ 5-6 ജില്ലകളിലുള്ള മനുഷ്യർ മുഴുവനും മരിച്ചു പോകും, മണ്ണിനടിയിലായി പോകുമെന്ന് ഇപ്പോഴല്ല, ഒരുപാട് സമയങ്ങളായിട്ട് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക മനുഷ്യർ. അതിനെക്കുറിച്ച് പഠനം നടത്തുന്നവർ. ഇങ്ങനെയുള്ള ചില പഠനങ്ങളും മുന്നറിയിപ്പുകളും മനുഷ്യർ അവഗണിക്കേണ്ടതല്ല, അത് പരിഗണിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് വേണ്ടുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളണം. അതൊക്കെ മനുഷ്യന് പറ്റുന്ന കാര്യങ്ങളാണ്. മനുഷ്യന് പറ്റുന്ന കാര്യങ്ങളെ മനുഷ്യൻ സ്വീകരിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. മനുഷ്യന്റെ കഴിവിനപ്പുറം വരുന്നതോ അത് റബ്ബിലേക്ക് തവക്കുലാക്കുക. ഇതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിൽ അതിന് 153 മുതൽ ഏതാനും വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അത്ഭുതകരമായി കൊണ്ടാണ് ഈ വചനങ്ങളെ കൃത്യമായിട്ട് ക്രോഡീകരിച്ചിട്ടുള്ളത്. ആ ക്രോഡീകരണം തന്നെ ഒരു ദൈവിക വചനത്തിന്റെ വായനയിൽ അത്ഭുതങ്ങൾ തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. ഞാൻ അമുഖമായി ഓതി വെച്ചത് സൂറ ബഖറയിലെ 153-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അവിടെ പറയുന്നത്, വിശ്വസിച്ചവരെ നിങ്ങൾ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും അല്ലാഹുവിന്റെ സഹായം തേടുക. തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു ഉള്ളത്. അപ്പൊ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ക്ഷമ കൈവിടരുത് എന്നതാണ്. ക്ഷമ കൈവിട്ട് കഴിഞ്ഞാൽ മനുഷ്യന് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് അവൻ അറിയില്ല. അവനാകെ വേറെ വഴികളിലേക്ക് സഞ്ചരിച്ചു പോകും. ക്ഷമ ഫലിപ്പിക്കുക, നമസ്കാരം നിലനിർത്തുക, എന്നിട്ടോ അല്ലാഹുവിനോട് സഹായം തേടുക. നമ്മളെ കൂടെയുള്ള ഇടയാളന്മാരോട് തേടിക്കോളി നല്ല കേട്ടോ. ഇടയാളന്മാരോട് തേടാൻ പരിശുദ്ധ വേദ വെളിച്ചത്തിൽ 20-ലധികം ആയത്തുണ്ട് എന്ന് പറയുന്ന അക്രമികളായ ആളുകൾ മുസ്ലിം ഉമ്മത്തിനെ നയിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇടയാളന്മാരെ ആവശ്യമില്ല, അവരെ മുഴുവനും നിങ്ങൾ ഒഴിവാക്കൂ, അല്ലാഹുവിലേക്ക് മടങ്ങൂ എന്ന പരിശുദ്ധ പ്രവാചകന്റെ 23 വർഷത്തെ ദൗത്യത്തിൽ 20 ആയത്തുകൾ ഇടയാളന്മാരുണ്ടാക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അവരെക്കാൾ വലിയ അക്രമികളാണ് ഉള്ളത്. പരിശുദ്ധ ഖുർആനിനെ കളവാക്കുന്ന ആളുകളെ അല്ലാഹു അങ്ങനെയാ പറഞ്ഞത്, ഫമൻ ഔലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ ഔ കദബൻ. അല്ലാഹുവിന്റെ ആയത്തുകളെ കളവാക്കുക, അവരെക്കാൾ വലിയ അക്രമി ആരാ ഉള്ളത്? അങ്ങനത്തെ പെരും അക്രമികൾ പെരുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് അല്ലാഹു വളരെ കൃത്യമായിട്ട് പറയുന്നത്, വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് സഹനത്തോടെ ക്ഷമയോടെ അല്ലാഹുവിന്റെ സഹായം തേടിക്കൊണ്ട് നമസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് അവനിലേക്ക് നിങ്ങൾ അടുക്കുക. എന്നിട്ട് പറഞ്ഞ ആയത്ത്, അതിനുശേഷം വരുന്ന ആയത്ത്, വലാ തഖൂലൂ ലിമൻ യഖ്തലൂ
സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കേണ്ടി വന്നവരെ അവർ മരിച്ചവരാണ് എന്ന് നിങ്ങൾ പറയണ്ട. എന്ന് പറഞ്ഞാൽ ഒരു മരിച്ചിട്ടില്ല എന്നല്ല കേട്ടോ, നമ്മുടെ കാഴ്ചപ്പാടിൽ അവർ മരിച്ചവരാണ്. പക്ഷേ അവർക്ക് ജീവനുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നത് എവിടെ? അല്ലാഹുവിന്റെ പക്കൽ അവർ ജീവിച്ചിരിക്കുന്നു. അത് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ലോകമല്ല. അല്ലാഹു പറഞ്ഞു, എങ്ങനെ നിങ്ങൾ ആലോചിക്കേണ്ട ആ ജീവിതം എങ്ങനെ നമുക്കറിയില്ല. അല്ലാഹു പറഞ്ഞു, ഇനി നമുക്കത് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഇല്ല. അതെങ്ങനെയാണ് അല്ലാഹു ഉദ്ദേശിച്ചത് അതുപോലെ അവർ റബ്ബിന്റെ പക്കൽ ജീവിച്ചിരിക്കുന്നു. അത്ര മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോ നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ ഈ ആയത്ത് മരണപ്പെട്ട മഹാന്മാരെ കുറിച്ചാണ്, അള്ളാഹിന്റെ മാർഗത്തിൽ ജീവൻ കൊടുത്തവരെ കുറിച്ചാണ്. തീർച്ചയായിട്ടും അവർ അള്ളാഹുവിന്റെ പക്കൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. എന്നാൽ ഇനി നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ അവരോട് തേടിക്കൂടെ? അവരെ ഇടയാളന്മാരാക്കിക്കൂടെ? സ്വാഭാവികമായിട്ടൊരു ചോദ്യം അവിടെ ഉണ്ട്. മഹാന്മാരാണ്, അവർ മരിച്ചു തന്നെ പറയേണ്ട, റബ്ബിന്റെ പക്കൽ ജീവിച്ചിരിക്കുന്നവരാണെന്ന് അള്ളാഹു പറഞ്ഞാൽ ഇനി നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ ഒരു ഇടയാളന്മാരായിട്ട് അവരോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ഉണർത്തിക്കൂടെ എന്നൊരു സ്വാഭാവിക ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് ആ ടച്ചിടുന്നത്. അങ്ങനെ ഒരു ചോദ്യത്തിനോ അങ്ങനെ ഒരു ചിന്തക്കോ പ്രസക്തിയില്ലാത്ത തരത്തിൽ അല്ലാഹ് പറയുന്നത് അടുത്ത ആയത്ത്, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. وَلَنَبْلُوَنَّكُمْ നിങ്ങൾക്ക് ചില്ലറ പേടി, പട്ടിണി, ജീവിതം, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ജീവനു തന്നെ നഷ്ടം, നിങ്ങളുടെ വിളനാശം എന്നിവയിലൂടെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മനുഷ്യന്റെ ജീവിതത്തിൽ അവന് പരീക്ഷണങ്ങൾ ഉണ്ടാവും. എന്തിനാണ് റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത്? ആ റബ്ബിന് അറിയുന്ന കാര്യമാണത്, ആ റബ്ബിന്റെ പരിധിയിൽപ്പെട്ട കാര്യമാണത്, അന്നത്തെ തീരുമാനമാണത്. അത് റബ്ബിന്റെ തീരുമാനമാണ് അല്ലേ? ഇന്ന റബ്ബക ലശദീദ് എന്ന് പറയുന്ന ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹു ഉദ്ദേശിച്ച കാര്യം അവനൊന്ന് നടപ്പിലാക്കും. അതിന്റെ രഹസ്യത്തിൽ നമുക്കറിയില്ല. നമുക്ക് റബ്ബിനോട് പറയാനേ പറ്റുള്ളൂ, അല്ലാഹുവേ ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നത് പറയാനേ പറ്റുള്ളൂ. അതിന് ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. നോക്കൂ, ഇങ്ങനെ ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. ഇങ്ങനെ ഈ പറയുന്ന തരത്തിലുള്ള ഭയപ്പാട് കൊണ്ട്, നിങ്ങളുടെ ജീവന്റെ നഷ്ടം കൊണ്ട്, നിങ്ങൾക്ക് വിശപ്പുണ്ടായിക്കൊണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ വിളകൾ നശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിങ്ങളുടെ സമ്പത്തിനോ നാശം സംഭവിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഉണ്ടായേക്കാവുന്നില്ല, ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. ഇതൊക്കെ റബ്ബിൻ്റെതാണ്. ക്ഷമിക്കുക അല്ല, ഇനി ക്ഷമ ഇല്ലാതായി കഴിഞ്ഞിട്ട് അവന് വേറെ വല്ലതും ലഭിക്കാട്ടോ. ഒരാൾ ക്ഷമിച്ചില്ലാതിരിക്കുക, അവൻ ക്ഷമിച്ചില്ല, അവനെന്താ ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇപ്പോ വയനാട് സംഭവിച്ച ആ ഉരുൾപൊട്ടലിൽ അവര് താമസിച്ചിരുന്ന സ്ഥലങ്ങളൊന്നും ഏതൊന്നും പോലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതായത് എന്റെ ഭൂമി എന്ന് പറയാൻ കഴിയില്ല. എന്റെ ഭൂമി, എന്റെ വീട് എവിടെയാ നിന്നിരുന്നത്, എന്റെ വീട്, എന്റെ സ്ഥലങ്ങൾ പറയാൻ പറ്റില്ല. ഒരു സഹോദരൻ റിപ്പോർട്ട് ഒരു വാർത്താ മാധ്യമത്തിൽ വന്ന് പറഞ്ഞത്, ഏലം വിറ്റ 6 ലക്ഷം രൂപ, അവരുടെ പ്രധാന കൃഷിയിൽപ്പെട്ടതാണ്. കുരുമുളക്, ഏലം, കാപ്പി ഒക്കെയാണ് അവിടുത്തെ പ്രധാനം. അത് 6 ലക്ഷം രൂപയും 60 പവൻ സ്വർണവും നേർക്കുനേരെ അവിടെ ഉണ്ടായിരുന്നു. എവിടുന്നാ കിട്ടുക? പോയി. നീ പോയ മനുഷ്യൻ അവന് ക്ഷമിക്കുക എന്നത് അവന്റെ സൃഷ്ടാവ് അവനോട് പറഞ്ഞു, ക്ഷമിച്ചാൽ അബശ്ശിരി സ്വാമിനി, ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സന്തോഷ വാർത്തയുണ്ട്. ക്ഷമ വിട്ടാൽ എന്താ കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. ഇതൊക്കെ തിരിച്ചു കിട്ടും. മണ്ണിന്റെ അടുത്ത് മനുഷ്യരെ തന്നെ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ ഈ പോയത് കിട്ടും?
അപ്പൊ ക്ഷമിക്കാൻ അല്ലാഹു പറഞ്ഞു. എന്നിട്ട് പറയണം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ തരത്തിലുള്ള എന്തെങ്കിലും മുസീബത്തുകൾ നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങൾ പറയണം ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ സ്വതന്ത്രരായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലൂടെ ജീവിക്കണമെന്നവരല്ല. അങ്ങനെ ആണെങ്കിലല്ലേ നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ജീവിതം ഉണ്ടാവുള്ളൂ. അല്ല, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, ആ റബ്ബിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളവരാണ്. അതിനിടയിൽ ഉണ്ടാകുന്നത് മുഴുവനും ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും, ഞങ്ങൾ ക്ഷമിക്കും, അത് റബ്ബിലേക്ക് ഞങ്ങൾ വിടും. വേറെ ആരോടും ഞങ്ങൾക്ക് അതിന് പരാതിയില്ല, വേറെ ആരോടൊന്നും പറയില്ല, ആ റബ്ബിനോടെ പറയാനുള്ളൂ എന്ന് പറയും. ആരാണ് പറയാ എന്ന് പറയാണ് ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അങ്ങനെ അവരുടെ നാഥനിൽ നിന്നുള്ള അതിരറ്റ അനുഗ്രഹങ്ങളും കാരുണ്യവും ഉള്ളവരാണ് അവർ. അങ്ങനെ പറയുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് ലഭിച്ചവർ. ശരിക്കുള്ള ഹിദായത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് ലഭിച്ച ആളുകൾ പറയും ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. അതിനെ നമ്മൾ കുറെ ആൾക്കാർ മരിച്ചു, ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മരണം സംഭവിച്ചില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾ അതിൽ നമ്മൾ ബാക്കിയാക്കി. ആരാണ്? റബ്ബിന്റെ തീരുമാനം. അതെന്താ അങ്ങനെ? കുറെ ആളുകളെ അല്ലാഹു മരിപ്പിച്ചു, കുറെ ആളുകളുടെ മയ്യത്തുകൾ കഷ്ണങ്ങളായിട്ട് ഇവിടെ നിലമ്പൂരിന്റെ ഭാഗത്ത് വെള്ളത്തിലൂടെ കിലോമീറ്ററുകളോളം കല്ലും മരങ്ങൾക്കും ഇടയിലൂടെ ഒലിച്ചു വന്നപ്പോൾ പല ഭാഗങ്ങളും മുറിഞ്ഞുപോയി. എന്തേ? ഞങ്ങൾക്കറിയില്ല എന്തേ അങ്ങനെ സംഭവിച്ചു. മരണപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് അറിയില്ല. എവിടെ നിന്നാണ് നിങ്ങൾ മരണപ്പെടുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എവിടെ വെച്ചിട്ടാണ് ഇവർ മരിച്ചത്? 90 കിലോമീറ്ററുടെ ഇവർ എവിടെ വെച്ചിട്ടാണ് മരിച്ചത്? ഒരേ വീട്ടിൽ ഒരേ റൂമിൽ കിടന്നിരുന്ന ഉമ്മയും മകളും. ഉമ്മയുടെ മയ്യത്ത് അടുത്ത് തന്നെ കിട്ടി, മകളുടെ മയ്യത്ത് കിട്ടിയത് 90 കിലോമീറ്റർ കഴിഞ്ഞിട്ട്. ഇതിന്റെ രഹസ്യങ്ങൾ റബ്ബ് എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് അറിയില്ല കൂട്ടരെ. ആ റബ്ബിലേക്ക് കൂടുതൽ വിനയാഹരായി അല്ലാഹു മുഴുവൻ രഹസ്യങ്ങളും അറിയുന്നവൻ നീ മാത്രമാണ്. അതുകൊണ്ട് കേവലം നശ്വരമായ ഒരു സമയത്ത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അർഹത ലഭിക്കുമ്പോൾ അല്ലാഹുവേ ഈ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഞങ്ങളുടെ ഈമാനികമായ ആവേശത്തിന്, ഞങ്ങളുടെ വിശ്വാസത്തിന് ഉറപ്പ് നൽകാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്കതിന് വേറെ ഒരു വഴിയും ഇല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് അവർക്ക് തന്നെയാണ് അല്ലാഹുവിന്റെ സർവ്വാനുഗ്രഹങ്ങളും ഉള്ളത്. അങ്ങനെ അനുഗ്രഹം ലഭിക്കുമെങ്കിൽ പിന്നെ വേറെന്താ നമുക്ക് ഭയപ്പെടാനുള്ളത്? മരണപ്പെട്ടവർക്ക് അവർക്കും അല്ലാഹു വിശ്വാസികളാണോ? അവർ മരണപ്പെടുന്ന രാത്രിയിൽ അവരുടെ കർമ്മങ്ങളൊക്കെ അവർ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? അവരുടെ ഈമാൻ ശരിയാണോ? എങ്കിൽ അവർക്ക് ഭയപ്പെടാനില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ശുഹദാക്കളുടെ പട്ടികയിൽ ചേരാം. കാരണം അങ്ങനെയോ അവർക്ക് ശുഹദാക്കളുടെ പട്ടികയിൽ എത്താം, ആ ശുഹദാക്കളുടെ ദർജയിലേക്ക് അവർക്ക് എത്താം. അവരുടെ കാരണങ്ങൾ കൊണ്ടല്ലാതെ ജീവൻ പോവുകയാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രകൃതിപരമായ ദുരന്തങ്ങളിൽ മരണപ്പെടുന്നവരെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വാസികളാണോ? അവർക്ക് രക്ഷയുണ്ട്. അവർക്ക് ഈമാനുണ്ടോ? അവർക്ക് രക്ഷയുണ്ട്. അവരുടെ രാത്രിയിലെ ഉറക്കത്തിന് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ നിർവഹിച്ചിട്ടുണ്ടോ? എങ്കിൽ സന്തോഷിക്കാം. അല്ല, അവസാനത്തെ റീലും നോക്കി എപ്പോഴോ കണ്ണും നടഞ്ഞപ്പോഴാണ് കിടന്നുപോയത് എങ്കിൽ ചിന്തിക്കാൻ ബാക്കിയായ മനുഷ്യർക്കാണ് ബാക്കിയുള്ളത്. അവസാനത്തെ ഭാഗം കിടക്കുന്ന സമയത്ത് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി വ ഖാലൂ സമിഅനാ വ അത്അനാ ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. ചൊല്ലിയിട്ടുണ്ടോ? ഓതിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള ഒരു പഠനമാണ്. റസൂലുള്ള 2 കൈകളും ഇങ്ങനെ പിടിക്കുമായിരുന്നു.
എന്നിട്ട് ആ കൈകളിലേക്ക് റസൂലുള്ളാഹി ഊതുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ മുഅവ്വിദത്തൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നീ സൂറത്തുകൾ ഓതി അത് ഈ കൈകൾ തല മുതൽ മുഖത്തിലൂടെ എടുത്ത് ശരീരത്തിന്റെ കഴിയുന്ന എല്ലാ ഭാഗങ്ങളും തടവുമായിരുന്നു. മൂന്ന് തവണ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ മറന്നുപോയി. ഞാനും നിങ്ങളും ഓർക്കേണ്ടതാണ്. നമ്മുടെ കിടക്കത്തിൽ അവസാനത്തിൽ കൂട്ടരെ ഉറങ്ങുന്ന സമയത്ത് പഠിച്ചവരെ ഉറങ്ങുക. ഇതിന്റെ മരണത്തിൽ ഉറക്കാണോ? എല്ലാം വീണ്ടും എനിക്ക് ജീവൻ തരാനാണോ? എനിക്കറിയില്ല, നമുക്കറിയില്ല, ആർക്കറിയുള്ളൂ? നിനക്കറിയുള്ളൂ. എന്തായാലും നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ. അങ്ങനെയാണോ പോയത്? അവർക്ക് ഭയപ്പെടാനില്ല, അവർ പേടിക്കേണ്ടതില്ല, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ട. ആ കൂട്ടർക്കാണ് അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഉള്ളത്. അവർക്കാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിന്റെ പാത ലഭിച്ചവർ എന്ന് അല്ലാഹു പറഞ്ഞു തരുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകൾ ഉറങ്ങുന്ന സമയത്ത് അതിന് കുറച്ച് മുമ്പായിട്ട് ആ ഭാഗം മോദിയിട്ട് അല്ലാഹു മനുഷ്യരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിനപ്പുറം അല്ലാഹു നിങ്ങളോട് പറയണില്ല കേട്ടോ, നിങ്ങളോട് കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും സമ്പാദിച്ചത് എന്താണോ നന്മയാണോ എങ്കിൽ അത് നിങ്ങൾക്കുണ്ട്. അല്ല, അത് നിങ്ങൾക്ക് തന്നെ ഇടങ്ങളുള്ളതാണോ നിങ്ങൾ സമ്പാദിച്ചത് എങ്കിൽ അതും നിങ്ങൾക്കുണ്ടാവും. ആ ഭാഗങ്ങൾ ഇങ്ങനെ ഓതുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓതി ആ റബ്ബിലേക്ക് കൂടുതൽ എടുത്ത് ആ ഓരോ വാക്കിനോടൊപ്പം റബ്ബിനോട് നമ്മൾ ചേർന്ന് നിന്ന് ആ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾക്ക് നമ്മുടെ കണ്ണുകൾ അടക്കുന്നത് എങ്കിൽ അതിനുശേഷം സംഭവിക്കുന്ന മുഴുവനും റബ്ബിന്റെ പക്കൽ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാവില്ല. നമ്മുടെ കാഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വന്ന മയ്യത്തുകൾ, അങ്ങനെ വന്ന മണ്ണിനടിയിൽ നിന്നിട്ട് നമ്മുടെ കാഴ്ചയിൽ വല്ലാത്തൊരു ദുരന്തമാണ്. പക്ഷേ വിശ്വാസികളായിട്ട് ആണോ അവർക്ക് ആ ദുരിതം പിടിപെട്ടിട്ടുള്ളത്? അവർക്ക് പേടിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല, അവർ ഭയപ്പെട്ടിട്ടുണ്ടാവില്ല. അവർ റബ്ബിന്റെ തീരുമാനത്തെ വളരെ കൃത്യമായിട്ട് തന്നെ അംഗീകരിച്ചു കീഴ്പ്പെട്ട് റബ്ബിലേക്ക് പോയവരാണ്. ആ അത്തരം വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശുഹദാക്കളുടെ ദറജയിൽ ചേർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് നമ്മൾ കഴിഞ്ഞാലും നമ്മുടെ അടുത്ത തലമുറക്ക് ജീവിക്കാനുള്ളതൊക്കെ ഏകദേശം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. സ്ഥലങ്ങളുണ്ട്, വീടുകളുണ്ട്, താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട് എന്നൊക്കെയാണ് നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ വിചാരിച്ചവർ തന്നെയായിരിക്കുമല്ലോ അവിടെയും. അവർക്കിനി ബാക്കിയായവർക്ക് പോലും, അടുത്ത തലമുറക്കല്ല, ബാക്കിയായവർക്ക് പോലും കിടപ്പാടത്തിന് സ്ഥലമില്ല. ആ സ്ഥലം ഇനി കിടപ്പാടം ഉണ്ടാക്കാൻ പറ്റില്ല. അതങ്ങനെയാണ്. ഇതൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം നമുക്കറിയില്ല, നമുക്ക് തന്നെ കണ്ടറിയില്ല എവിടെയായിരുന്നു. അത്ര മാത്രം കല്ലുകൾ, വലിയ 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 കല്ലുകൾ ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് പ്രദേശം മുഴുവനും കല്ലുകളായിരിക്കും. അല്ലാത്തൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് നമ്മളെല്ലാവരും കൈത്താൻ ആവേണ്ടതുണ്ട്. അവർക്കിനി സ്ഥലം കണ്ടെത്തണം, അവർക്കിനി ഭവനങ്ങൾ വേണം. അവരുടെ ജീവിതത്തിൽ ഉടുത്ത, അവര് ആ രാത്രിയിൽ കിടക്കുമ്പോൾ ഉടുത്ത വസ്ത്രം എത്രയാണോ അത് മാത്രമേ അവരുടേതായിട്ട് അവരുടെ കയ്യിലുള്ളൂ. ആയതുകൊണ്ട് അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം, അവർക്ക് വേണ്ടി സഹായിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കന്മാർ അവരുടെ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ പുറത്ത്
നമ്മുടെ സഹോദരങ്ങൾ നിങ്ങളടുത്ത് ഉണ്ടാകും. പരമാവധി നമ്മളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചു വന്നവരാവില്ല. പിന്നീടെങ്കിലും ഞാൻ എൻ്റെ ഭാഗമായിട്ട് ഇത്ര നൽകാമെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു പോകണം, അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആ തരത്തിലുള്ള സഹോദരന്മാർക്ക് അല്ലാഹു അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് എളുപ്പം ഉണ്ടാകുവാൻ അല്ലാഹു അവരെ സഹായിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു സഹോദരൻ ചോദിച്ചത്, നമസ്കാരത്തിൽ ഓരോ റക്അത്തിലും എഴുന്നേറ്റ് വരുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം. ഓരോ റക്അത്തിലുമില്ല. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇങ്ങനെ കൈകൾ ഉയർത്തി തുടങ്ങിയാൽ പിന്നെ എഴുത്തിനാലിൽ നിന്ന് ഉയരുമ്പോഴും എഴുത്തിനാലിലേക്ക് പോകുന്ന സമയത്തും ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോവുകയും എഴുന്നേറ്റ് റുക്കൂഇൽ നിന്ന് വരുമ്പോഴുള്ളതുമാണ്. അത് കഴിഞ്ഞാൽ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സമയത്തും കൈകൾ ഉയർത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അതിനിടയിൽ മൂന്നാമത്തെയോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള എഴുത്തുകാരിലേക്ക് വരുമ്പോൾ ഖിയാമിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തി തക്ബീറിലേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്നാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. സംശയമുണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിക്കാം, ഇൻഷാ അല്ലാഹ് അപ്പോൾ പറയാം. എല്ലാ റക്അത്തിലും ഇങ്ങനെ കൈകൾ ഉയർത്തി വരേണ്ടതില്ല എന്നർത്ഥം. ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങിയാൽ അതിനുശേഷം പിന്നെ നമ്മുടെ റുക്കൂഇലേക്കുള്ള പോകുന്ന സമയത്ത് ആ റുക്കൂഇൽ നിന്ന് ഉയരുന്ന സമയത്ത് പിന്നെ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അത് മാത്രമാണ് ഇങ്ങനെ ഉയർത്തുന്ന ഭാഗങ്ങൾ ഉള്ളത് എന്ന് ചുരുക്കം. അല്ലാഹു അവൻ്റെ ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ അത് കുറ്റമറ്റതായി നിർവഹിക്കുവാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വന്ന നമ്മുടെ തെറ്റുകൾ കൊണ്ട് അല്ലാഹു നമ്മളെ ശിക്ഷിക്കാതിരിക്കുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആ ദുരന്തത്തിൽ പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു അവരുടെ ദുരന്തങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ മുക്തി നേടാൻ അവരെ സഹായിക്കുമാറാവട്ടെ. ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസികളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫലസ്തീനിലെ ഹമാസിന്റെ നേതാവ് അദ്ദേഹത്തെ ഇറാനിൽ വെച്ച് ശത്രുക്കൾ കൊന്നു. അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖത്തറിലേക്ക് എത്തിച്ച് അവിടെയാണ് മറവ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി മുന്നിൽ നിന്ന അതുപോലെയുള്ള ഒരുപാട് സഹോദരങ്ങൾ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.